നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കി റെയിൽവേയുടെ വഴിയടയ്ക്കൽ നടപടി. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന വഴി അടച്ചുപൂട്ടുന്ന പ്രവൃത്തികൾ റെയിൽവേ ആരംഭിച്ചു. ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും അധ്യാപകരും ഗ്രാമപഞ്ചായത്തും രംഗത്തെത്തി. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ റെയിൽ മുറിച്ചു കടന്നാണ് ഇരു പ്രദേശങ്ങളിലും എത്തിപ്പെടാറ്. വർഷങ്ങളായി വിദ്യാർത്ഥികൾ ഈ വഴിയിലൂടെയാണ് സ്കൂളിലേക്കും എത്തുന്നത്. ഈ വഴിയാണ് ഇപ്പോൾ റെയിൽവേ അടച്ചുപൂട്ടുന്നത്. ഇതിന്റെ പ്രാരംഭഘട്ടമായി ഇവിടെ JCB ഉപയോഗിച്ച് വലിയ ചാലുകൾ കീറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ടതിനു ശേഷമായിരുന്നു അധികൃതരുടെ ഈ നടപടി. ഇതറിഞ്ഞതോടെ നാട്ടുകാരും അധ്യാപകരും ഇടപെട്ട് താൽക്കാലികമായി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചു. ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിലേക്കും മുതല പഞ്ചായത്തിലെ 6, 7, 8, 9, 10 വാർഡുകളിലേക്കുമുള്ള ഒരു പ്രധാന ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പാതയാണ് വയപ്പടി മുതൽ ഓറിയന്റൽ ഹൈസ്കൂൾ വരെയുള്ള നടപ്പാത. ഇന്നലെ റെയിൽവേ തീരുമാനപ്രകാരം ഉദ്യോഗസ്ഥർ വന്ന് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് പൊളിച്ചു മാറ്റി. അപ്പോഴാണ് റെയിൽവേയുടെ തീരുമാനം ഞങ്ങൾ നാട്ടുകാർ നിലയ്ക്ക് അറിയുന്നത്. എല്ലാ ലൈനുകളും അടച്ചുപൂട്ടാനാണ് തീരുമാനിക്കപ്പെട്ടതെന്ന് അറിഞ്ഞു. അതിനുമായി ഇന്നലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സ്കൂൾ അധികൃതരും പഞ്ചായത്തും നാട്ടുകാരും ശ്രമം നടത്തിയിട്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MBയെ വിവരം അറിയിച്ചിട്ടുണ്ട്, റെയിൽവേ മന്ത്രാലയത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് MLAയും വിവരം അറിയിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇത് അടച്ചുപോയാൽ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറയും. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട വിദ്യാലയമാണ്. പണ്ഡിറ്റ്നായ ശ്രീ നീലകണ്ഠ ശർമ്മ അവരുടെ ഓർമ്മ നിലനിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ പാരമ്പര്യമുള്ള വിദ്യാലയം നിലയ്ക്കും 1500ഓളം വരുന്ന ഹയർ സെക്കൻഡറി സ്കൂളും SNLP സ്കൂളും പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പാത അടയുക. അങ്ങനെ വന്നാൽ ഈ ഭാഗത്തേക്കുള്ള ഗതാഗത അസൗകര്യം വർദ്ധിക്കും, ജനങ്ങൾ ബുദ്ധിമുട്ടാകും. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള പ്രധാന വഴി കൂടിയാണ് ഇത്. ഇതടച്ചാൽ കുട്ടികൾ കിലോമീറ്ററുകളും താണ്ടി വേണം സ്കൂളിലേക്ക് എത്താൻ. റെയിൽവേ സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വഴികൾ അടയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയും റെയിൽവേ അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തീരുമാനത്തിൽ റെയിൽവേ പിന്മാറണമെന്നാണ് നാട്ടുകാരുടെയും അധ്യാപകരുടെയും ആവശ്യം. പാതയോ അടിപ്പാതയോ എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് വിദ്യാലയവും മാറ്റാൻ കഴിയില്ല, റെയിൽവേ ലൈനും മാറ്റാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്കുള്ള ഒരു പാത ഒരുക്കുന്നതിന് തയ്യാറാണ്. പക്ഷേ അതിനുള്ള ഫണ്ട് വിദ്യാലയം കണ്ടെത്തണം എന്നുള്ള നിലയ്ക്ക് 2012 റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം വന്നു. പക്ഷേ ഭീമമായ ഒരു സംഖ്യ ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പരിമിതികൾ അവിടെ നിൽക്കുകയും കഴിഞ്ഞ വർഷം വീണ്ടും ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചപ്പോൾ ശക്തമായുള്ളൊരു ഇടപെടലുകൾ ഭരണതലത്തിലും അതുപോലെ തന്നെ റെയിൽവേയുടെ നടത്തി. കഴിഞ്ഞ ദിവസം റെയിൽവേ ഡിവിഷനിൽ നിന്നും വന്ന് ഇവിടെ സർവേ നടത്തി മേൽപ്പാലത്തിന് അടിപ്പാതയാവുമ്പോൾ ഇവിടെ വെള്ള പ്രശ്നമുണ്ട് എന്നും മേൽപ്പാതയ്ക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടും റെയിൽവേ ഡിവിഷനിൽ നിന്നും ജനറൽ മാനേജർ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇത് അടിച്ചു പൂട്ടാനുള്ള തീരുമാനം. അത് ജനറൽ മാനേജർ, അതായത് പാലക്കാട് ഡിവിഷൻ്റെ അല്ല, നമ്മൾ മനസ്സിലാക്കുന്നു അത് ജനറൽ മാനേജറിനെ മദ്രാസിൽ നിന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ്. ഏതായാലും ഇന്നലെ ഇത് ഉച്ചയ്ക്കൊന്നും നമുക്കറിയില്ല. ക്ലാസ് വിട്ടതിന് ശേഷം കുട്ടികൾ ഒരു വിഭാഗം ഒരു പരിധി വരെ പോയ ഉടനെയാണ് വിവരം കിട്ടുന്നത് ഇതവിടെ പൊളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും പകുതിയിലധികം പൊളിച്ചു കഴിഞ്ഞു. പെരുമുടിയൂരിൽ റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്ന് വർഷങ്ങളുടെ ആവശ്യമാണ്. എന്നാൽ അതിന് ഇതുവരെയും അനുകൂലമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പുതിയ സംവിധാനം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, നിലവിൽ വിദ്യാർത്ഥികൾ നടന്നിരുന്ന വഴി അടച്ചുപൂട്ടാനാണ് റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണെന്നാണ് നാട്ടുകാരും അധ്യാപകരും വ്യക്തമാക്കുന്നത്. ഏകദേശം 2000ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പുന്നശ്ശേരി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ വർഷങ്ങളോളായി വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന പാതയാണ് റെയിൽവേ പാത. ഈ റെയിൽവേ പാതയ്ക്ക് വേണ്ടി
PTA കമ്മിറ്റിയും മുതല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സംസ്ഥാന ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട MP-യും ഇതിൻ്റെ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ ഈ റെയിൽവേ ക്രോസിങ് വിദ്യാർത്ഥികൾ നടന്നു വരുന്ന ഇത് ക്രോസ് ചെയ്യുന്നൊരു പദ്ധതിയുമായി ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും ബഹുമാനപ്പെട്ട MP-യും ഇടപെട്ട് അടിപ്പാത വരുന്നതുവരെ ഇത് ക്ലോസ് ചെയ്തെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് നാളെ വൈകുന്നേരം സ്കൂളിൽ വിപുലമായ യോഗം ചേരുന്നുണ്ട്. എല്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളതെന്ന് സ്കൂൾ അധികൃതരും അറിയിച്ചു. എനിക്ക് കാലങ്ങളായി എൻ്റെ ചെറുപ്പം ഓർമ്മ വെക്കുന്നതിന് മുന്നേ ഉള്ള സ്ഥാപനമാണത്. പക്ഷെ അന്ന് മുതലേ നടപ്പാതത്തിൽ കൂടെ ഉണ്ട്. പക്ഷെ ഇന്നലെ എന്തോ അറിയില്ല, റെയിൽവേയുടെ തീരുമാനമാവാം, അത് ആ തീരുമാനം റെയിൽവേ നടപ്പാക്കിയെന്നല്ലേ പറയുള്ളൂ. എന്തായാലും ഞങ്ങളിതിൻ്റെ അടിപ്പാതയുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് തലത്തിലേക്ക് അപേക്ഷകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾക്കും പാവപ്പെട്ട കുട്ടികൾക്കും കുറേ വികലാംഗരായ കുട്ടികൾ ഇതിൽ നടന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ നടന്നു പോകാനും കയറി പോകാനൊക്കെ വലിയ പ്രയാസങ്ങളാണ്. അപ്പോൾ ഗവൺമെൻറ് വിഷയത്തിൽ കണ്ണു തുറക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. റെയിൽവേ ഈ വിഷയം ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭാവി, നാട്ടുകാരുടെ ഭാവി ഓർത്തുകൊണ്ട് ഒരു നടപടി, ഒരു അടിപ്പാത ഇവിടുത്തെ സ്കൂളിനും അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. പോക്കുപടി മുതൽ വാടാനാംകുറിശി വരെയുള്ള ഭാഗത്താണ് ഗതാഗതം നിരോധിച്ചിട്ടുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 85 കോടി രൂപ ചിലവഴിച്ചാണ് പട്ടാമ്പി നിലാശുപത്രി കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരിക്കുന്നത്. നവീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വാടാനാംകുറിശി IPT കോളേജ് മുതൽ വാടാനാംകുറിശി ഗേറ്റ് വരെയുള്ള ഭാഗത്തെ ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. രണ്ടാം ഘട്ടത്തിലാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ പൂക്കുപ്പടി മുതൽ വാടാനാംകുറിശി വരെയുള്ള പാത റബ്ബറൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. രാത്രിയും പകലുമായാണ് പ്രവൃത്തികൾ നടക്കുന്നത്. 15-ാം തീയതി തിങ്കളാഴ്ച രാത്രി വരെ ഈ പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള ടാറിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം റോഡിന്റെ മറ്റു ഭാഗങ്ങളിലെ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തികളും റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് പാതയുടെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ഓങ്ങല്ലൂർ വരെയുള്ള പാത എത്രയും പെട്ടെന്ന് റബ്ബറൈസ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗ്രാമസഭ ചേർന്നു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഗ്രാമസഭ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗ്രാമസഭാ യോഗത്തിൽ 7 പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ പങ്കെടുത്തു. ജനപ്രതിനിധികളുടെ പൊതു ചർച്ചയും പ്രതിനിധി ചർച്ചയും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, KT സുഹറ, ഷർഫുദ്ദീൻ കളത്തിൽ, BDO മഞ്ജുഷ KS, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഡ്രോൺ പൈലറ്റ് പരിശീലനം, GST വിത്ത് ടാലി കോഴ്സ്, അക്കൗണ്ടിംഗ് കോഴ്സ്, അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അങ്ങനെ 3 കോഴ്സുകൾ നമ്മൾ നടത്തുക. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് എടുത്തു പറയുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, ഡ്രോൺ പൈലറ്റ് പരിശീലനം നമ്മൾ പൂർത്തീകരിച്ച മുഴുവൻ ആളുകൾക്കും തൊഴിൽ ലഭിച്ചു എന്നുള്ളതാണ്. ഡ്രോൺ പൈലറ്റുമാരായിട്ട് തൊഴിൽ ലഭിച്ചു 1ാം ബാച്ചിൽ പഠിച്ച മുഴുവൻ ആളുകൾക്കും. 2 ആഴ്ച മുമ്പ് ബഹുമാനായിട്ടുള്ള ഷൊർണൂർ MLA അതിന്റെ 2ാം ഘട്ടം ബാച്ചിന്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അധികം ദിവസം വൈകാതെ ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിലെ 80ഓളം വരുന്ന SC വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് നമ്മൾ PSC പരിശീലനം ഇവിടെ 2 ബാച്ചായിട്ട് നൽകി വരുന്നുണ്ട്. ഇതൊന്നും തന്നെ മുൻകാലങ്ങളിൽ നമ്മൾ ഏറ്റെടുത്തിട്ടില്ലാത്ത, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടത്തിയിട്ടില്ലാത്ത പദ്ധതികളാണ്. അപ്പോൾ അതുപോലെ തൊഴിൽ പ്രാധാന്യം നൽകുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം റോഡുകൾ, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ, അംഗൻവാടി കെട്ടിടങ്ങൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ കെട്ടിടങ്ങൾ, ഭിന്നശേഷി സൗഹൃദ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ വനിതാ സൗഹൃദ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ചിലത് പൂർത്തീകരിച്ചു, ചിലത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും വലിയ രീതിയിൽ നമുക്ക് ഒരിടവേള.
തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിലെ മകരച്ചൊവ്വ ഉത്സവം ഈ മാസം 16-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിലെ മകരച്ചൊവ്വ മഹോത്സവവും തിരുപ്പുറത്ത് നിവേദ്യവും ജനുവരി 16-നാണ് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് സംഘാടകർ പട്ടാമ്പി പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 16-ന് രാവിലെ 8:30-ന് തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ പാഞ്ഞാൽ തോട്ടം കുട്ടൻ തിരുമേനി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരും. തുടർന്ന് നടക്കുന്ന മാതൃവന്ദനത്തിൽ സിനിമ സീരിയൽ താരം അംബിക മോഹനൻ വിശിഷ്ട അതിഥിയായിരിക്കും. തട്ടകത്തു നിന്നും തിരഞ്ഞെടുത്ത 10 മുതിർന്ന മുത്തശ്ശിമാരെയാണ് മാതൃവന്ദനത്തിൽ ആദരിക്കുക. പുതുതലമുറയിൽപ്പെട്ട പെൺകുട്ടികളാണ് മുത്തശ്ശിമാരെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിക്കുക. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടിക ബദ്ധദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ തിരുപ്പുറത്ത് നിവേദ്യത്തിന് രാവിലെ 8:30-ന് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ പാഞ്ഞാൾ തോട്ടം കുട്ടൻ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് തിരുപ്പുറത്ത് നിവേദ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ നിവേദ്യ സമർപ്പണത്തിന് ശേഷം ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് നടക്കുന്ന മാതൃവന്ദനം എന്ന പരിപാടി തട്ടകത്തെ പ്രായമായ മുത്തശ്ശിമാരെ 10 മുത്തശ്ശിമാരെ 5 ദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 10 മുത്തശ്ശിമാരെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കാൽ കഴുകി ക്ഷേത്ര തന്ത്രിവര്യൻ പൂജിക്കുന്ന ചടങ്ങാണ് മാതൃവന്ദനം എന്ന ചടങ്ങ്. ആ ചടങ്ങ് ക്ഷേത്രമുറ്റത്ത് വെച്ച് നടക്കുമ്പോൾ അതിൽ മുഖ്യ അതിഥിയായിട്ട് പ്രശസ്ത സിനിമാ താരവും സീരിയൽ താരവുമായ ശ്രീമതി അംബിക മോഹൻ ആ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുകയാണ്. തുടർന്ന് രമ്യ കൂറ്റനാട് നയിക്കുന്ന പുനർജനിയുടെ നാടൻപാട്ടും ഉണ്ടായിരിക്കും. തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിന് എത്തുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു. കേരളത്തിൽ തന്നെ അപൂർവമായാണ് മുത്തശ്ശിമാരെ ആദരിക്കുന്ന മാതൃവന്ദനം പരിപാടി നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വി രവീന്ദ്രനാഥ്, സമിതി അംഗം അനി പെരുമുടിയൂർ, ആഘോഷ സമിതി ഭാരവാഹികളായ UP രഞ്ജിത് കുമാർ, K ശിവപ്രകാശ്, മുരളി പെരുമുടിയൂർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. നാളെ ഇവിടെ ഈ പ്രസാദത്തിൽ തിരുവുറത്ത് നിവേദ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു പരിപാടി. 100 കണക്കിന് അമ്മമാർ വന്നിട്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ചവരെ അത് അവരാണ് ഇത് പാക്ക് ചെയ്യലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യലും. അതേമാതിരി അന്നദാനത്തിനുള്ള പ്രസാദകൂട്ടിനുള്ള ഭക്ഷണത്തിൻ്റെ കായ്കറികൾ നുറുക്കുന്നത്, അതിൻ്റെ കഷ്ണം നുറുക്കുന്നത് മുഴുവനും നമ്മുടെ ഈ 5 ദേശത്തുള്ള മാതൃസമിതിയിൽപ്പെട്ടുള്ള അമ്മമാരാണ്. അതാണ് അവിടുത്തെ വേറൊരു പ്രത്യേകത. പെരുമ്പിലാവിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ബൈക്ക് ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്കേറ്റു. കടവല്ലൂർ വടക്കുമുറി താഴത്തേതിൽ കുഞ്ഞുമോന്റെ മകൻ 41 വയസ്സുള്ള അഭിലാഷനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവ് പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ അഭിലാഷ് ഓടിച്ചിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ അഭിലാഷിനെ ഓടിക്കൂടിയ നാട്ടുകാർ പെരുമ്പിലാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അടയ്ക്കമോഷണം പതിവാക്കിയ 2 അംഗ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി വെളിയങ്കോട് സ്വദേശി കരിപ്പോട്ടയിൽ വീട്ടിൽ 37 വയസ്സുള്ള ഷാജഹാൻ, വടക്കേക്കാട് കല്ലൂർ സ്വദേശി മാളിയേക്കൽ വീട്ടിൽ 40 വയസ്സുള്ള സുബി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 7-നും ഡിസംബർ 23-നും കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അക്കിക്കാവ്, കാട്ടകാമ്പാൽ എന്നിവിടങ്ങളിൽ അടയ്ക്ക മോഷണം നടന്നിരുന്നു. സംഭവത്തിൽ കാട്ടകാമ്പാൽ സ്രായിക്കടവ് സ്വദേശി പകിടപ്പറമ്പിൽ വിജയന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 32,000 രൂപ വില വരുന്ന 80 കിലോ അടയ്ക്ക പ്രതികൾ രാത്രി 1 മണിക്കും 5 മണിക്കുമിടയിൽ മോഷ്ടിച്ചു. അക്കിക്കാവ് സ്വദേശി കൊട്ടാരപ്പാട്ട് വീട്ടിൽ രാജചന്ദ്രന്റെ വീട്ടിൽ സൂക്ഷിച്ച 55 കിലോയോളം തൂക്കം വരുന്ന കൊട്ടടയ്ക്കയും മോഷണം പോയിരുന്നു. ഇരുവരും കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾക്കെതിരെ തൃത്താല പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ മോഷണം നടത്തിയതിന് കേസ് നിലവിലുണ്ട്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ രാകേഷ്, സുദൈവ്, ആശിഷ്, ശരത്ത്, സുജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ അബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCTV ന്യൂസ്, കുന്നംകുളം. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.